50 നോമ്പ് 50-ാം തിരുനാളിന് 3-ാം വാര വചന ശുശ്രൂഷ. പൂർണ്ണമായ മാനസാന്തരം പെന്തക്കോസ്തായ്ക്ക് അനിവാര്യം. പെന്തക്കോസ്താ നാളിലെ പത്രോസിന്റെ പ്രസംഗം കേട്ട് ഹൃദയം നുറുങ്ങി പശ്ചാത്തപിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച യഹൂദരോട് പത്രോസ് കൊടുത്ത മറുപടി നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. ഹൃദയം നുറുങ്ങും വിധമുള്ള പശ്ചാത്താപത്തെക്കാൾ ആഴമേറിയ പൂർണ്ണമായ മാനസാന്തരത്തിന് പത്രോസ് ആഹ്വാനം ചെയ്യുകയായിരുന്നു. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന യേശുവിൻ്റെ കൽപ്പന യഹൂദ മത ആചാര്യന്മാരുടേതിനേക്കാൾ ഉയർന്ന ക്രിസ്തീയ പൂർണ്ണത പെന്തക്കോസ്താ അനുഭവം ഉണ്ടാകാൻ ആവശ്യമാണെന്ന് വ്യക്തമാക്കുകയാണ്. നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുക പോലുമില്ല എന്ന യേശുവിൻ്റെ നിക്കോദേമോസിനോടുള്ള വാക്കുകൾ യഹൂദ പ്രമാണിയും ഇസ്രായേലിലെ ഗുരുവും ഫരിസേയനുമായ അദ്ദേഹത്തോട് പോലും ഈശോ എങ്ങനെ പറഞ്ഞെങ്കിൽ, കേവലം മാനസാന്തരം പോരാ, ജീവിതം പൂർണ്ണമായി അടിമുടി ഉടച്ചു വാർക്കുന്ന തരത്തിലുള്ള ഒരു നവീകരണം, മാനസാന്തരം പെന്തക്കോസ്താ അനുഭവത്തിന് അത്യാവശ്യമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ഈശോയുടെ വാക്കുകൾ എത്ര ഉയർന്ന ക്രിസ്തീയ പൂർണ്ണതയും ജീവിത വിശുദ്ധിയും യഥാർത്ഥ പെന്തക്കോസ്താ അനുഭവത്തിന് അത്യാവശ്യമാണെന്ന് പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, പെന്തക്കോസ്താ തിരുനാൾ ഒരുങ്ങുന്ന ഈ കാലയളവിൽ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. 1, സകല പാപങ്ങളും അവയുടെ കാരണങ്ങളും അവ ഉപേക്ഷിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബോധപൂർവം സ്വമനസ്സ ഉപേക്ഷിക്കണം. 2, നമ്മുടെ ചിന്തയും വാക്കും കർമ്മവും ദൈവഹിതത്തിന് പൂർണ്ണമായി യോജിച്ചതായിരിക്കാൻ നാം അതീവ ശ്രദ്ധിക്കണം. 3, കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്രകാരം ജീവിക്കാൻ സാധിക്കാത്തതിനെപ്പറ്റി ആത്മാർത്ഥമായി ഹൃദയംഗമമായി പശ്ചാത്തപിക്കണം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.